നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി വെളിയത്ത് വീട്ടിൽ നെൽസനാണ് മരിച്ചത്. ബഷീർ വടക്കൻ എഴുതിയ കനൽ പെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വിവിധയിടങ്ങളിൽ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വാർത്തകൾ വിശദമായി. പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി വെളിയത്ത് വീട്ടിൽ ജോർജിന്റെ മകൻ നെൽസനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഴക്കുന്നിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ നെൽസനെ പോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളിയിൽ ഡൈമേക്കറായി ജോലി ചെയ്യുന്ന നെൽസൺ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ബഷീർ വടക്കൻ എഴുതിയ കനൽ പെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മതിലകത്ത് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കടൽ കരയെ തിന്നു തീർക്കുമ്പോൾ ആ അതിർത്തി സംരക്ഷണം കൂടി ഓർത്തുകൊണ്ട് ഈ അതിർത്തിയും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അപ്പുറത്തെ അതിർത്തിക്ക് വേണ്ടി ചെലവാക്കുന്ന അത്ര കോടി ചെലവാക്കിയില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ചിലവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന സമ്പ്രദായത്തിലാണ് ഞാനിത് അവതരിപ്പിച്ചത്. വെറുതെ കടൽ ഭിത്തി കെട്ടണം എന്നായിരുന്നില്ല. ഇതൊക്കെ ഓർത്തുപോയി ഞാൻ. പക്ഷേ രവി പറഞ്ഞതുപോലെ തന്നെ ഈ വേദി അതൊന്നും പറയാനുള്ള ഇടമല്ല. ഇത് ശ്രീ ബഷീർ വടക്കൻ്റെ കനൽപ്പെയ്ത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സംവിധായകൻ ശ്രീ അമ്പിളി സുസ്മേരവദനായി തന്നെ ഇരിപ്പുണ്ട് പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട്. ഏറ്റുവാങ്ങാനും പുസ്തകത്തെ അവലോകനം ചെയ്ത് സംസാരിക്കാനും ഒക്കെ ആളുകളും ഉണ്ട്. DCC സെക്രട്ടറി CS രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബക്കർ മേത്തല പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരൻ KR കിഷോർ പുസ്തക അവലോകനം നടത്തി. സിദ്ദിഖ് ഷമീർ, ഷൈജൻ ശ്രീവത്സം, സുരേഷ് പെരിഞ്ഞനം, ഖാദർ പട്ടേപ്പാടം, TK ഗംഗാധരൻ, ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. AKTA സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് AKTA മാള, അന്നമനട ഏരിയ, അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ചെറിയ രീതിയിലുള്ള ധനസഹായങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2013 നമ്മൾ 14 നിസ്സഹായരായ യുവാക്കൾക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 2016-ലും 2017-ലുമായിട്ട് വാസയോഗ്യമായ 14 വീടുകൾ നമ്മൾ സംരക്ഷിച്ചു കൊടുത്തു. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെറിയ സഹായങ്ങൾ എന്ന് പറയുമ്പോൾ രോഗചികിത്സയ്ക്കായാലും അംഗമരണമായാലും അവകാശി മരണമായാലും പ്രകൃതി ദുരന്തമായാലും അതുപോലെയൊക്കെ നമ്മൾ നമ്മുടെ അംഗങ്ങളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ കൊടുക്കുന്ന തുകയുടെ അളവ് കുറഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാന്ത്വന പദ്ധതി 2020-ൽ ആരംഭിച്ച സാന്ത്വന പദ്ധതി ആരംഭിച്ചു. അത് 2021 ജനുവരി 1 മുതൽ അതിൻ്റെ പ്രാബല്യത്തിൽ വന്നു. ഈ 2024 എത്തി നിൽക്കുമ്പോൾ 13 ഇനത്തിലുള്ള ആനുകൂല്യങ്ങളുമായിട്ട് വൻ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് നമ്മൾ അവശരായ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ 43-ാം വയസ്സിലെത്തി നിൽക്കുന്ന നമ്മുടെ സംഘടന TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലീല ശ്രീധരൻ, അമ്മിണി കുമാരൻ, ഡോക്ടർ ആകാശ്, PD സേവ്യർ, TR രാജു, KK യൂസഫ്, ബീന ഉണ്ണികൃഷ്ണൻ, സുഭദ്ര ശങ്കരനാരായണൻ, സന്ധ്യ ടൈറ്റസ്, ലിജി ബിജു, സാവിത്രി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അന്നമനട മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംഘടിച്ചു എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിനെയാണ്. നിങ്ങൾക്കറിയാം, ഒരു കാർഷിക വീട്
വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന ഒരു യൂണിറ്റിന് 5 രൂപയാണെന്നുണ്ടെങ്കിൽ കടയിൽ നമ്മൾ അടയ്ക്കുന്നത് 10 രൂപയാണ്. ഈ വൈദ്യുതി ചാർജ് വർധനവ് 2 മാസം കൂടുമ്പോൾ നമുക്കൊരു ബില്ല് വരുമ്പോൾ ഗാർഹിക ഉപഭോഗത്തിനായിട്ട് അത് 500 രൂപയാണ് 2 മാസത്തെ വീട്ടിൻ്റെ വർധനവ് എന്നുണ്ടെങ്കിൽ വ്യാപാരികളുടെ കടയിൽ അതിൻ്റെ വർധനവ് 1000 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടി വർധനവ് അടയ്ക്കാൻ വ്യാപാരി നിർബന്ധിതമാവുകയാണ്. വി.ഒ. ഡേവിസ്, നന്ദൻ മേനോൻ, നിസാർ വാളൂർ, ഷംസു അയ്യാരിൽ, കെ.ടി. ഡേവിസ്, പി.ആർ. മധുസൂദനൻ, പി.ഒ. തോമസ്, അജീഷ് ബാലൻ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മർച്ചന്റ് അസോസിയേഷൻ മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മാള ടൗണിൽ നിന്നും ആരംഭിച്ച പ്രകടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പി.ടി. പാപ്പച്ചൻ, ജനറൽ സെക്രട്ടറി രാജു മണവാളൻ, ആരിഫ് കോറോത്ത്, ജേക്കബ് പെരേപ്പാടൻ, ദിജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാള യൂണിറ്റ് വാർഷികം നടന്നു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലും 2 സംഘടനയും 2 വിധത്തിലാണ് നമ്മൾ കാണുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളരെ വലിയ എല്ലാ കച്ചവടക്കാരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. ഞാൻ അതിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഒപ്പം തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള വിഷയങ്ങൾ നമ്മൾ ചില സ്ത്രീകൾ പറയും, സ്ത്രീകളുടെ വിഷയങ്ങൾ സ്ത്രീകൾക്ക് മാത്രം പറയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അത് അവരുടെ വിഷയം അവർക്ക് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ് ഹോട്ടലുകാരുടെ ഒരു വിഷമം അല്ലെങ്കിൽ വിഷയങ്ങൾ, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ചിലപ്പോൾ ഏകോപന സമിതിയിൽ മുഴുവൻ പറയാൻ സാധിക്കില്ല. യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് പി.ടി. പാപ്പച്ചൻ, ജില്ലാ സ്റ്റേറ്റ് കൗൺസിൽ അംഗം ജോൺസൺ, ഇ.ടി. ബൈജു, ഷിഖിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി വെളിയത്ത് വീട്ടിൽ നെൽസനാണ് മരിച്ചത്. ബഷീർ വടക്കൻ എഴുതിയ കനൽ പെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വിവിധയിടങ്ങളിൽ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.